കർണാടക ശിവമോഗയിൽ ഉരുൾപൊട്ടലുണ്ടായി. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 3 വയസ്സുകാരനുൾപ്പെടെ 3 പേർ മരിച്ചു. ഗുരുതരമായ പരിക്കേറ്റ ഒരാൾ ചികിത്സയിലാണ്. വീട്ടിൽ ഉറങ്ങിക്കിടന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെ ഇവർ താമസിക്കുന്ന വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. സായികുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, നമ്മൾ കുറേയേറെ മണിക്കൂറുകളായി കേൾക്കുകയാണ് ശിവമോഗയിലെ ഉരുൾപൊട്ടൽ. 3 വയസ്സുകാരനടക്കം ഒരു കുടുംബത്തിലെ 3 പേരാണ് മരിച്ചത്. പരിക്കേറ്റവർ ചികിത്സയിലും തുടരുന്നു. പ്രദേശത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ തോതിൽ മഴ കെടുതിയുണ്ടാക്കിയിരിക്കുന്നു. തീർച്ചയായും അത് കേരളത്തിലെ മഴ ഉണ്ടാക്കിയ ദുരിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിലെ ശിവമോഗയിലെ ഈ ദുരന്തത്തെക്കുറിച്ചുകൂടി നമുക്ക് പറയേണ്ടി വരുന്നത്. പുലർച്ചെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരുന്നത്. ഈ കുടുംബം താമസിച്ചിരുന്ന ഷെഡിലേക്ക് ഉരുൾ പൊട്ടി വീഴുകയായിരുന്നു. താൽക്കാലിക ഷെഡിലാണ് ആ കുടുംബം താമസിച്ചിരുന്നത്. ആ വീട് പൂർണ്ണമായും തകരുകയും അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പോലും എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ആ ഉരുൾ അവരുടെ ജീവനെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 35-കാരനായ മല്ലികാർജുൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നാഗവേണി, 3 വയസ്സുകാരനായ മകൻ സന്തോഷ് എന്നിവരാണ് മരിച്ചത്. 2:30 ശിവമോഗ ജില്ലയിലെ തീർത്ഥഹള്ളി താലൂക്കിൽപ്പെട്ട ഇന്ദിരാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ദാരുണമായ സംഭവം നടന്നത്. അതിശക്തമായ മഴയാണ് ആ മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതിനെ തുടർന്ന് തന്നെ അവർ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള കുന്ന് അത് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തകരൊക്കെ എത്തിയിരുന്നുവെങ്കിലും ഈ കുടുംബത്തെ രക്ഷിക്കാൻ ആയില്ല. സമീപത്ത് തന്നെ താമസിച്ച മറ്റൊരു ഷെഡിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. അവരുടെയും ചിലരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്.